തീർച്ചയായും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ കുറ്റങ്ങൾ സെക്ഷൻ 29, സെക്ഷൻ 27 പ്രകാരമുള്ള ലഹരി കൈവശം വെക്കുക, അത് ഉപയോഗിക്കുക, അതിനായിട്ടുള്ള ഗൂഢാലോചന നടത്തുക ഇത്യാദി കേസുകൾ NDPC പ്രകാരം സ്റ്റേഷന് മുന്നിലേക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് തത്സമയം പോവാം. NDPC നിയമപ്രകാരം നിലനിൽക്കുന്ന രണ്ട് സെക്ഷനുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണിപ്പോൾ പോലീസ് ഷൈൻ ടോം ചാക്കോയ്ക്ക് മേൽ ചുമത്താൻ പോകുന്നത്. അറസ്റ്റ് ഉടനുണ്ടായേക്കും. രാസപരിശോധനയ്ക്കായി അല്പസമയത്തിനുള്ളിൽ ഷൈൻ ടോം ചാക്കോയെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരും. കുറ്റാരോപിതനാകുന്നു ഷൈൻ എന്നുള്ളതാണ്. ഷൈനിന് മേലുള്ള കുറ്റങ്ങൾ ഉള്ള തെളിവുകൾ പോലീസിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഷൈനെതിരെ കേസെടുക്കാൻ പാകത്തിൽ, ഷൈനെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള തെളിവുകൾ ഷൈനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. കാരണം യാദർച്ഛികമായുള്ള ഇറങ്ങിയോട്ടമല്ല അന്ന് ആ പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ സംഭവിച്ചത്. അത് ബോധപൂർവം കൃത്യമായി മറച്ചുവെക്കുന്നതിന് വേണ്ടി, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ്, അതിൻ്റെ ഉപയോഗം മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ഷൈൻ ടോം ചാക്കോ അവിടെ നിന്നും പോലീസിൻ്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടാനായി ഓടിയകന്നത്, തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞത് എന്നത് പോലീസിന് ബോധ്യമാകുന്ന തെളിവുകൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് മേലുള്ള കുറ്റങ്ങൾ നിലനിൽക്കുന്നു എന്ന് പോലീസ് കാണുന്നു എന്നുള്ളതാണ്. കുറ്റക്കാരൻ ആണോ അല്ലയോ എന്നുള്ളത് കോടതിയാണ് പിന്നീട് തീരുമാനിക്കുക. എന്തായിരുന്നാലും കുറ്റം നിലനിൽക്കും, കുറ്റാരോപിതനാകുന്നു, കുറ്റം നിലനിൽക്കും എന്ന തെളിവുകളാണ് പോലീസിന് മുമ്പിൽ ഇപ്പോൾ ഷൈന് മേൽ ലഭിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും NDPC നിയമപ്രകാരം ഷൈൻ ടോം ചാക്കോ ഇതാ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. രാസപരിശോധനയുടെ വിവരങ്ങൾ, രാസപരിശോധനയ്ക്കായി അല്പസമയത്തിനകം എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ നിന്നും ഷൈൻ ടോം ചാക്കോയെ ഇറക്കിക്കൊണ്ടുവരും. ഉമേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, മൊഴികളിലാകെ വൈരുദ്ധ്യം, പക്ഷേ പോലീസിന് ലഭിച്ച കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഈ സെക്ഷൻ 29, 27 പ്രകാരമുള്ള കുറ്റം നിലനിൽക്കുമെന്ന് പോലീസ് കാണുന്നു. അറസ്റ്റ് ഉടനുണ്ടാകും. എന്തൊക്കെ പുതിയ വിവരങ്ങൾ? ജിംഷാദ്, പുതിയ വിവരം അനുസരിച്ച് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരിക്കുന്നു. അതാണ് ഏറ്റവും പുതിയ വിവരം. ഈ പറയുന്ന രണ്ട് വകുപ്പുകൾ പ്രകാരം NDPS 29, 27 വകുപ്പ് പ്രകാരം ഷൈനെതിരെ കേസെടുത്തിരുന്നു. ആ വകുപ്പ് പ്രകാരം ഇപ്പോൾ ഷൈൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സ്വാഭാവികമായും ഇനി വൈദ്യപരിശോധന അടക്കമാണ് നടക്കേണ്ടത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഇന്ന് വേണമെങ്കിൽ ഹാജരാക്കാം. അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂർ സമയം പോലീസിന് മുൻപിലുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ കൊണ്ടുപോകും എന്നുള്ള വിവരവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. മജിസ്ട്രേറ്റാണ് ഇയാൾക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഇതിലൊരു വകുപ്പ് NDPS 27 വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാവും. അയാൾക്ക് ജയിലിൽ പോകേണ്ടി വരുമോ അതോ ജാമ്യം കിട്ടുമോ എന്നുള്ള കാര്യം മജിസ്ട്രേറ്റ് തീരുമാനിക്കുന്നതിനനുസരിച്ചായിരിക്കും അക്കാര്യത്തിൽ ഷൈനിൻ്റെ ഭാവി എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഇന്നിപ്പോൾ ഉച്ചവരെയുള്ള ചോദ്യം ചെയ്യലിൽ പോലീസിന് ഈ ഷൈൻ ടോം ചാക്കോ ഈ കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ട് ഷൈനെതിരെ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. NDPS 2 വകുപ്പുകൾ പ്രകാരം ഷൈനെതിരെ കേസെടുത്തിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇനി ഇയാളെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികളിലേക്ക് പോലീസ് ഉടൻ തന്നെ കടക്കുകയും ചെയ്യും. ജിംഷാദ്.